ഇത് കുറച്ച് ദിവസങ്ങൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ ഉണ്ടായ ഒരു കാര്യമല്ല കേട്ടോ. ഇത് വർഷങ്ങളായിട്ട് ഈ ഒരു കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് ഇന്ന് ഞാൻ സാധിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് ബേബി സോപ്പാണ്, അതും റോസ് ഹെർബൽസിലെ ബേബി സോപ്പ് കേട്ടോ. ഒട്ടും തന്നെ കെമിക്കൽസ് ആഡ് ചെയ്യാത്ത കുട്ടികളുടെ സ്കിന്നിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബേബി സോപ്പാണ്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആട്ടിൻ പാലാണ് കേട്ടോ. തീർച്ചയായിട്ടും നമ്മളെ കുട്ടികളുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് സ്മൂത്തായിട്ട് എപ്പോഴും നിലനിർത്തിക്കൊണ്ടുള്ള നമ്മളെ സ്കിന്നിന് ഒട്ടും തന്നെ കേടുവരാത്ത രീതിയിലുള്ള, കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും അവരുടെ സ്കിന്നും ബേബി സ്കിന്നാവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു സോപ്പാണ് ഈ ഒരു ബേബി സോപ്പ്, അതും റോസ് ഹെർബൽസിലെ ബേബി സോപ്പ് കേട്ടോ. എന്തായാലും ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഒരു തവണ നിങ്ങളതൊന്ന് യൂസ് ചെയ്ത് നോക്കൂ, പിന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് വാങ്ങിക്കുന്നുള്ളത് ഉറപ്പാണ്. അത്രയും നല്ല ക്വാളിറ്റി ഉള്ള നല്ല വ്യത്യാസം നിങ്ങൾക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അതുപോലെ തന്നെയാണ് റോസ് ഹെർബൽസിലെ ഈ ഒരു ഫേസ് ഗ്ലോ ഓയിൽ കേട്ടോ. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗുണങ്ങളും അതിൻ്റെ ഒരു എഫക്റ്റൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അത്രയും നല്ല അടിപൊളി ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ളത്. അതിൻ്റേതായ അളവിൽ വളരെ കുറച്ച് മാത്രമേ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടതുള്ളൂ. വൈകുന്നേരങ്ങളിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക പ്രത്യേകമായിട്ടും. കാരണം അത് തേച്ച് കഴിഞ്ഞിട്ട് അത് ഏത് ഓയിൽ തേക്കുകയാണെങ്കിൽ നിങ്ങൾ വെയിൽ കൊള്ളാണ്ടിരിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. വൈകുന്നേരങ്ങളിൽ ഒരു 30 മിനിറ്റൊക്കെ തേച്ചിട്ട് ഒരു 4-5 ഡ്രോപ്സ് മാത്രം മുഖത്ത് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഇളം ചൂടുവെള്ളത്തിൽ കഴുകി കളയാം. ഇൻഷാ അല്ലാഹ് നല്ല അടിപൊളി ചേഞ്ച് ആയിരിക്കും നിങ്ങൾക്ക് വിത്തിൻ വീക്സ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാലും യൂസ് ചെയ്തിട്ട് അഭിപ്രായം പറയും കേട്ടോ. അടുത്തായിട്ട് നമ്മൾ റോസ് ഹെർബൽസിലെ നല്ല മൂവിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ലിപ് ബാമുകൾ. ജെൻസിനുണ്ട്, ലേഡീസിനും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ലിപ് ബാം എന്ന് പറയുമ്പോൾ ലിപ്സ്റ്റിക് അല്ല കേട്ടോ. പലരും വിചാരിക്കുന്നത് ലിപ്സ്റ്റിക്കിന് പകരം യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ്. ശരിക്കും ലിപ്സ്റ്റിക്കിന് പകരം യൂസ് ചെയ്യാം, പക്ഷേ ലിപ്സ്റ്റിക്കിൻ്റെ പോലെ കളറൊന്നും അധികം വരില്ല. ഇത് ലിപ്പിന് പ്രൊട്ടക്ഷനായിട്ട്, ലിപ്പ് ഡ്രൈ ആയിട്ടുള്ളവർ, പിഗ്മെൻറ്റേഷൻ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ലിപ് ബാമാണ്. അതിൽ കളറുള്ളതുണ്ട്, കളറില്ലാത്തതുണ്ട് കേട്ടോ. പിന്നെ കോഫി ഫേസ് വാഷ്, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഞാനത് ഒരു ദിവസം അത് യൂസ് ചെയ്യുന്ന കാണിച്ചു തരാം കേട്ടോ. അതായത് കോഫിയൊക്കെ നമ്മുടെ സ്കിന്നിന് ഭയങ്കര റിസൾട്ട് തരുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഫേസ് വാഷ് ആകുമ്പം എത്രത്തോളം ഗുണം ഉണ്ടാവും എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയണ്ടല്ലോ. അപ്പം കോഫിയൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ നല്ല ഫേസ് വാഷാണ്. ഇത് വെച്ചിട്ട് നമുക്ക് രാവിലെയും വൈകുന്നേരമൊക്കെ മുഖമൊക്കെ വാഷ് ചെയ്ത് കളയാൻ അടിപൊളിയാണ് കേട്ടോ. പിന്നെ വിർജിൻ കോക്കനട്ട് ഓയിൽ, അതിൻ്റെ ഗുണങ്ങൾ ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. തേങ്ങാപ്പാൽ മാത്രമാണ് ഇതിൽ ഇൻഗ്രീഡിയൻ്റ് കേട്ടോ. തേങ്ങാപ്പാൽ വറ്റിച്ചുണ്ടാക്കിയ എണ്ണയാണ്. അത്രയും കഷ്ടപ്പാടുണ്ട് ഈ ഒരു എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബേബി സ്കിൻ, അതായത് പ്രസവിച്ച് ഉടനെയുള്ള കുട്ടികൾക്ക് ദേഹത്തൊക്കെ മസാജ് ചെയ്തിട്ട് അതുപോലെ തന്നെ കണ്ണിന് താഴെ കറുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു പ്രൊഡക്റ്റാണ്. നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് വിർജിൻ കോക്കനട്ട് ഓയിൽ കേട്ടോ. അപ്പോൾ റോസ് ഹെർബൽസിലെ ഈ പ്രൊഡക്ട്സൊക്കെ വേണ്ടവർ ഞാനിവിടെ സ്ക്രീനിലൊരു നമ്പർ കൊടുക്കാം, അതിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട്, ഓർഡർ ചെയ്യാനായിട്ട്, വാട്സപ്പ് ചെയ്യാനായിട്ട്